ട്രാൻസ്ഫോമർ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. 250 kV USS യൂണിറ്റൈസർ സബ്സ്റ്റേഷനാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് ഡ്രൈ ടൈപ്പ് ട്രാൻസ്ഫോമറാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഒരു ഭാഗത്ത് അതിൻ്റെ ബാക്ക് സൈഡിലൂടെ കേബിള് ഇൻകമിങ് HT കേബിൾ വരുന്നു. അതിനുശേഷം ഔട്ട് ഗോയിങ് കേബിൾ ഈ ഒരു ഭാഗത്തൂടെ പാനൽ റൂമിലേക്ക് പോകുന്നു. ഇതൊരു ഔട്ട്ഡോർ ട്രാൻസ്ഫോമറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എന്നാൽ പോലും ഇത് കൂടുതൽ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഇതിന് മുകളിലൊരു റൂഫിങ് കൊടുത്തിരിക്കുന്നു. മഴയിൽ നിന്നുള്ള നേരിട്ടുള്ള പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് ഈ ഒരു റൂഫിങ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ റൂഫിങ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, എന്നാൽ പോലും കൂടുതൽ കാലം ലൈഫ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ചെറിയ രീതിയിലുള്ള റൂഫിങ് ഉപയോഗിച്ചിരിക്കുന്നത്. ടോട്ടൽ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള ഒരു ഫെൻസിങ്ങോട് നൽകിയിരിക്കുന്നു. കാരണം ഇതൊരു ഓപ്പൺ ഏരിയയിലിരിക്കുന്ന ഒരു ട്രാൻസ്ഫോമറാണ്. ഇപ്പോൾ മറ്റ് ആൾക്കാർ ഓതറൈസ്ഡ് പേഴ്സൺസ് മാത്രമാണ് ഈ ട്രാൻസ്ഫോമറിലേക്കിൻ്റെ അടുത്തേക്ക് പ്രവേശിക്കാൻ പാടുള്ളൂ. അതിനുവേണ്ടിയുള്ള പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് ഈ ഫെൻസിങ് നൽകിയിരിക്കുന്നത്. പാനലിൻ്റെ കാര്യങ്ങളിലേക്ക് പോകാം. ഇപ്പോൾ ഓരോ പാനലും കൃത്യമായിട്ട് നേരത്തെ നമ്മൾ ഡിസൈൻ ചെയ്ത പ്രകാരം ഒരേ ഹൈറ്റ് വരുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് മെയിൻ സ്വിച്ച് ബോർഡ്. മെയിൻ സ്വിച്ച് ബോർഡിൽ KCBയുടെ ഇൻകമർ വന്നിരിക്കുന്നു. അതുപോലെ മീറ്ററിങ് 3 അമ്മീറ്ററും ഒരു വോൾട്ട് മീറ്ററും എർത്ത് ഫാൾട്ട് റിലേ ആണ് കൊടുത്തിരിക്കുന്നത്. ഓരോ പ്രൊജക്റ്റിനനുസരിച്ച് അതിൻ്റെ എർത്തിങ്ങിൽ റിലേ ഉപയോഗിക്കുന്നതിൽ ഡിഫറൻസ് ഉണ്ട്. ചെറിയൊരു DB ആണെങ്കിൽ അവിടെ RCCB ആയിരിക്കും. തൊട്ട് മേളിലേക്ക് വരുമ്പോൾ ELR എർത്ത് ലീക്കേജ് റിലേ ആണ് ഉപയോഗിക്കുന്നത്. നമ്മൾ HTയിലേക്ക് വരുമ്പോൾ EFR എർത്ത് ഫാൾട്ട് റിലേ ആണ് ഉപയോഗിക്കുന്നത്. ഓരോ എർത്തിങ് സിസ്റ്റം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് നമുക്ക് പുറകെ മനസ്സിലാക്കാം. അതിൻ്റെ ടെക്നിക്കലായിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് അടുത്ത വൻ വീഡിയോയിൽ നമുക്ക് ഉൾപ്പെടുത്താം. ഇൻകമറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതൊരു മൈക്രോ പ്രൊസസർ MCCB ആണ്. HT കണക്ഷനെല്ലാം മാൻഡേറ്ററി ആയിട്ട് മൈക്രോ പ്രൊസസർ MCCB ആണ് ഉപയോഗിക്കേണ്ടത്. അതിനുശേഷം നേരെ ബസ് ബാറിലേക്ക് കണക്ഷൻ വരുന്നു. ബസ് ബാറിൽ നേരെ ഓരോ ഔട്ട് ഗോയിങ്, ഇതിൻ്റെ ഔട്ട് ഗോയിങ്സ് എല്ലാം MCCB ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് കൃത്യമായിട്ടുള്ള കെയർ റേറ്റിംഗിൽ ഇൻസ്പെക്ടറേറ്റ് പറഞ്ഞ പ്രകാരമുള്ള കെയർ റേറ്റിംഗിലുള്ള MCCBകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് GSB ജനറേറ്ററിൻ്റെ സ്വിച്ച് ബോർഡ് വരുന്നത്. കാരണം ഇവിടെ മൾട്ടിപ്പിൾ ജെൻസെറ്റ് ഉപയോഗിക്കുന്നതുകൊണ്ടാണ് ഇവിടെ GSBയുടെ ആവശ്യം വന്നിരിക്കുന്നത്. സാധാരണഗതിയിൽ നമുക്ക് KCB ജെൻസെറ്റും ഒരു പാനലിൽ തന്നെ കൊടുക്കാനായിട്ട് സാധിക്കും. കാരണം ഇവിടെ ജെൻസെറ്റ് അഡീഷണൽ വന്നു കഴിഞ്ഞാൽ കൊടുക്കാനുള്ള പ്രൊവിഷൻ കൊടുത്തിരിക്കുന്നു. കപ്പാസിറ്റർ പാനലിലേക്ക് വരികയാണെങ്കിൽ കപ്പാസിറ്റർ പാനലിൻ്റെ ഫീഡർ ഔട്ട് ഗോയിങ് ഫീഡർ ഇതാണ്. ഇതിൽ നിന്ന് നേരെ ഇൻകമറിലേക്ക് വന്നിരിക്കുന്നു. അപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ടാണ് കേബിൾ ട്രഞ്ച് ഉണ്ട്. എല്ലാ കേബിളുകളും കേബിൾ ട്രഞ്ചിലൂടെയാണ് പോയിരിക്കുന്നത്. നേരെ ഇൻകമർ വന്നു. ഇൻകമറിൽ നിന്ന് ബസ് ബാർ ചാർജ് ചെയ്തിരിക്കുന്നു. അതിനുശേഷം ഓരോ ഫീഡറുകളും ഓരോ കപ്പാസിറ്ററിലേക്കുള്ള ഫീഡറുകളും ഇവിടെ കൊടുത്തിരിക്കുന്നു. ഇത് ഈ ഭാഗത്ത് കപ്പാസിറ്ററിനുള്ള MCB അതിൻ്റെ കപ്പാസിറ്റർ ഡ്യൂട്ടി കോൺടാക്ടർ നൽകിയിരിക്കുന്നു. ഈ ഒരു ഭാഗത്തായിട്ടാണ് കപ്പാസിറ്റർ കൊടുത്തിരിക്കുന്നത്. എല്ലാത്തിനും സെപ്പറേറ്റ് ചേമ്പറാണ്. കാരണം സെപ്പറേറ്റ് ചേമ്പർ കൊടുക്കുമ്പോൾ അത് പ്രൊട്ടക്ഷൻ കൂടുതലാണ്. കാരണം കപ്പാസിറ്റർ ബ്ലാസ്റ്റ് ആവാനുള്ള സാധ്യത കൂടുതലാണ്. ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചേമ്പറിലാണ് അത് പൊസിഷൻ ചെയ്യേണ്ടത്. ഈ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ APFC റിലേ ഉണ്ട്. അതുപോലെ ഒരു മൾട്ടി ഫംഗ്ഷൻ മീറ്റർ, ഒരു സെറ്റ് ഇൻഡിക്കേറ്ററും കൊടുത്തിരിക്കുന്നു മീറ്ററിംഗ് സൈഡിൽ. മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു പാനൽ റൂം അതുപോലെ അതിൻ്റെ ഒരു ഡിസൈനൊക്കെ നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്ത പോലെ ഇപ്പോൾ പാനൽ റൂമിലേക്ക് വരുമ്പോൾ തന്നെ ആ ഒരു ഡിസൈൻ്റെ ഒരു പ്രത്യേകത നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ ഈ ഒരു പ്രൊജക്റ്റിൻ്റെ പാനൽ ബോർഡുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുടെ ബേസിക് ഔട്ട്ലൈൻ ആണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ നമ്മൾ APFC പാനൽ ഓട്ടോമാറ്റിക് പവർ ഫാക്ടർ കൺട്രോൾ പാനലിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ ഈ ഒരു പാനൽ ഡിസൈൻ ചെയ്യുമ്പോഴും കുറേയധികം കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. കപ്പാസിറ്റർ റേറ്റിംഗ് മുതൽ, അതായത് അവിടെ ഓരോ ലോഡിൻ്റെയും എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. ചില പ്രൊജക്റ്റിൽ എപ്പോഴും ഏതാണ്ട് ഒരു 80% എബോവ് ലോഡ് ഉണ്ടാവും. ചില പ്രോജക്റ്റിൽ എപ്പോഴും ലോഡിൻ്റെ വേരിയേഷൻസ് ഉണ്ടാവും. കപ്പാസിറ്ററിൻ്റെ സെലക്ഷനിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്ക് യൂണിറ്റി പവർ ഫാക്ടറിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ നമ്മൾ കൂടിയ റേറ്റിങ്ങിലുള്ള കപ്പാസിറ്റർ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ കുറഞ്ഞ ലോഡിൽ വരുമ്പോൾ ചിലപ്പോൾ ആ ഒരു കപ്പാസിറ്റർ പ്രവർത്തിക്കണമെന്നില്ല. അപ്പോൾ ലോഡ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ള പ്രൊജക്റ്റിനെ മനസ്സിലാക്കി നമ്മൾ ആ ഓരോ പ്രൊജക്റ്റിലും എത്ര HP ലോഡ് വർക്ക് ചെയ്യുന്നുണ്ടെന്നുള്ള മനസ്സിലാക്കി വേണം ഓരോ കപ്പാസിറ്ററിൻ്റെ സെലക്ഷൻ എടുക്കാൻ. അപ്പോഴാണ് കുറഞ്ഞ ലോഡ് കുറഞ്ഞാലും ലോഡ് കൂടിയാലും കൃത്യമായ രീതിയിൽ നമ്മുടെ കപ്പാസിറ്ററിൻ്റെ APFC റിലേ സെൻസ് ചെയ്തിട്ട് ആ PF പവർ ഫാക്ടർ യൂണിറ്റിയിൽ നിലനിർത്തുകയുള്ളൂ. അപ്പോൾ നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം നമുക്ക് വരും വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. എങ്ങനെയാണ് APFC പാനൽ പ്രവർത്തിക്കുന്നത്, അതുപോലെ കപ്പാസിറ്ററിൻ്റെ സെലക്ഷൻ എങ്ങനെയാണ് എടുക്കേണ്ടത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുപോലെ തന്നെ MCCBകൾ പല മോഡൽസിൽ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ മൈക്രോ പ്രൊസസർ ഉണ്ട്, തെർമൽ മാഗ്നറ്റിക് ഉണ്ട്, 3 പോൾ ഉണ്ട്, 4 പോൾ ഉണ്ട്. അപ്പോൾ പല രീതിയിലുണ്ട് ഓരോ MCCBകളുടെ പ്രത്യേകതയും. അതുപോലെ അതിലേക്ക് ഷണ്ടിൻ്റെ കണക്ഷൻസ്, ഈ EFR പ്രവർത്തിക്കുന്ന ഒരു ഷണ്ട് റിലീസ് വഴിയാണ് പ്രവർത്തിക്കുന്നത്. അതെങ്ങനെയാണ്, അതിൻ്റെ കൺട്രോൾ വയറിങ് എങ്ങനെയാണ്, ആ ഒരു സിസ്റ്റം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, നമുക്ക് സുരക്ഷിതമായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്തതിന് ശേഷം എങ്ങനെ നമുക്ക് ടെസ്റ്റ് ചെയ്ത് അത് പ്രവർത്തിക്കുന്നതാണോ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാമെന്നുള്ളതൊക്കെ നമുക്ക് വിശദമായിട്ട് ഡിസ്കസ് ചെയ്യാവുന്നതാണ്.
അപ്പോൾ നമ്മൾ എങ്ങനെയൊക്കെ നോക്കിയാലും ഈ ഒരു പാനലിൻ്റെ ഈ ഒരു പാനൽ റൂം, ഇലക്ട്രിക്കൽ റൂം നമ്മൾ ആദ്യം തന്നെ മനസ്സിൽ കാണണം. ഈ പ്രൊജക്റ്റ് എങ്ങനെയാണ്, ഒരു പുതിയ പ്രൊജക്റ്റ് നമ്മളിലേക്ക് വരുമ്പോൾ, അതിൻ്റെ ഒരു ഡിസ്കഷൻ വരുമ്പോൾ തന്നെ ഈ പ്രൊജക്റ്റ് എങ്ങനെയായിരിക്കും പ്രവർത്തിക്കുന്നത് എന്നുള്ളൊരു ബ്ലൂ പ്രിന്റ് നമ്മളിലേക്ക് കൊണ്ടുവരണം. ആ ഒരു ബ്ലൂ പ്രിന്റിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഓരോ ഡിസൈനും എടുക്കുന്നത്. വളരെ സമയം എടുത്തിട്ട് തന്നെയാണ് ഈ പ്രൊജക്റ്റ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. ആ ഒരു ഡിസൈനിൻ്റെ പ്രത്യേകത തന്നെയാണ് നമുക്ക് ഇതിൻ്റെ ഇംപ്ലിമെൻറ്റേഷനും കാണാനാവുന്നത്. കാരണം നമ്മൾ കൃത്യമായിട്ട് രീതിയിൽ വളരെ കളർഫുള്ളായിട്ട് തന്നെ, വളരെ സേഫായിട്ടും, കളർഫുൾ ആൻഡ് സേഫ് കേട്ടോ, കേബിൾ ട്രെഞ്ച് ഈ ഒരു ഭാഗത്തൂടെ പോകുന്നു. കൃത്യമായ മാർക്കിങ്. ഇപ്പോൾ പുതുതായിട്ടൊരാൾ വന്നാൽ പോലും അയാൾക്ക് ഓരോ സ്വിച്ചും എങ്ങോട്ടുള്ളതെന്നൊക്കെ മനസ്സിലാക്കി അത് ഓപ്പറേറ്റ് ചെയ്യാനും, പെട്ടെന്നൊരു സ്വിച്ച് ഓഫ് ചെയ്യേണ്ട കാര്യം വന്നാൽ പോലും അതൊക്കെ കൃത്യമായിട്ട് ചെയ്യത്തക്ക രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലേക്ക് കൊണ്ടുവരണം ഒരു പ്രൊജക്റ്റ് ഡിസൈൻ ചെയ്യുമ്പോൾ. അപ്പോൾ ആ ഒരു രീതിയിൽ ആണ് നമ്മൾ എല്ലാ പ്രൊജക്റ്റും ഡിസൈൻ ചെയ്ത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. നമുക്കെല്ലാം ഇൻഹൗസ് ടീം തന്നെയാണ്. പാനൽ ബോർഡ് ആയാലും ഇൻസ്റ്റലേഷൻ ആയാലും ഡോക്യുമെൻറ്റേഷൻ പ്രോസസ്സുകൾക്കെല്ലാം നമുക്ക് ഇൻഹൗസ് ടീമായിട്ട് തന്നെ നമ്മൾ ചെയ്യുന്നത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. മുൻപ് പറഞ്ഞ പോലെ അതിൻ്റെ വിദഗ്ധരുമായിട്ട് ഡിസ്കസ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ ചാനലിലൂടെ പബ്ലിഷ് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു പ്രൊജക്റ്റിൻ്റെ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ടെക്നിക്കൽ ഗ്രൂപ്പിലേക്കൊക്കെ ഇതിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യുക. മാക്സിമം ആളുകളിലേക്ക് നമ്മുടെ ഇലക്ട്രിക്കൽ എ ക്ലാസ് അതുപോലെ HT ഇൻസ്റ്റലേഷനുമായിട്ട് ബന്ധപ്പെട്ട അറിവുകൾ എല്ലാവരിലേക്ക് എത്തിക്കാനായിട്ട് ശ്രദ്ധിക്കുമല്ലോ. നിങ്ങളും ഈ വീഡിയോ കണ്ട് നിങ്ങൾക്കും അടുത്തൊരു പ്രൊജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ നിങ്ങൾക്കും ഇതിൻ്റെ ഒരു പ്രയോജനം ലഭിക്കുമെന്നുള്ള വിശ്വാസത്തിൽ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.